അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തഅലീമുൽ മുതഅല്ലിം ക്ലാസ് 5. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖീല ഇന്നൽ ഇൽമ മാ യഖഉ അലാ നഫ്സിഹി ഫീ ജമീഇൽ അഹ്വാലി ബിമൻസിലത്തി ത്വആമി. ഖീല പറയപ്പെട്ടു, ഇന്നൽ ഇൽമ മാ യഖഉ അലാ നഫ്സിഹി ഫീ ജമീഇൽ അഹ്വാലി, എല്ലാ സമയത്തും എല്ലായ്പ്പോഴും തനിക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ പഠിക്കുക. ഇന്നൽ ഇൽമ മാ യഖഉ അലാ നഫ്സിഹി ഫീ ജമീഇൽ അഹ്വാലി, എല്ലാ സമയത്തും തനിക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ പഠിക്കൽ ബിമൻസിലത്തി ത്വആമി, അത് ഭക്ഷണത്തിന്റെ സ്ഥാനത്ത്. എപ്പോഴും തനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം, അക്കാര്യം പഠിക്കൽ എന്താണ്? ഭക്ഷണത്തിന്റെ സ്ഥാനത്താണ്. ലാ ബുദ്ദ ലികുല്ലി വാഹിദിൻ മിൻ ദാലിക, അതൊരാൾക്കും കൂടാതെ കഴിയൂലല്ലോ, അതൊരാൾക്കും കൂടാതെ കഴിയൂല. എന്നാൽ വ ഇൽമു മാ യഖഉ ഫിൽ അഹാനീനി, അതേസമയം ചില അവസരങ്ങളിൽ മാത്രം ആവശ്യം വരുന്ന കാര്യങ്ങൾ പഠിക്കുക. എപ്പോഴും ഇല്ല, ചില അവസരങ്ങളിൽ മാത്രം ആവശ്യം വരുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ബിമൻസിലത്തി ദവാഇ, അത് മരുന്നിന്റെ സ്ഥാനത്താണ്. ഇവിടെ ആദ്യം പറഞ്ഞത് എല്ലാ സമയത്തും തനിക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ പഠിക്കുക, അത് ഭക്ഷണത്തിന്റെ സ്ഥാനത്താണ്, അതൊരാൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ ഇവിടെ രണ്ടാമത് പറഞ്ഞത് വ ഇൽമു മാ യഖഉ ഫിൽ അഹാനീനി, എപ്പോഴും ഇല്ല, ചില അവസരങ്ങളിൽ മാത്രം ആവശ്യം നേരിടുന്ന കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ബിമൻസിലത്തി ദവാഇ, അത് മരുന്നിന്റെ സ്ഥാനത്താണ്. യഹ്താജു ഇലൈഹി, അതിലേക്ക് ആവശ്യമാകും ഫി ബഅദിൽ ഔഖാത്തി, ചില സമയങ്ങളിൽ മാത്രമാണല്ലോ മരുന്ന് ആവശ്യമായി വരിക, അപ്പൊ ആ മരുന്നിന്റെ സ്ഥാനത്താണ്. അപ്പൊ ചില അവസരങ്ങളിൽ മാത്രം ആവശ്യം നേരിടുന്ന കാര്യങ്ങൾ മരുന്നിന്റെ സ്ഥാനത്താണ്, ചില സമയങ്ങളിൽ മാത്രമാണല്ലോ മരുന്ന് ആവശ്യമായി വരുന്നത്. വ ഇൽമുൻ നുജൂമി, ജ്യോതിശാസ്ത്രം ബിമൻസിലത്തിൽ മറലി, അത് രോഗത്തിന്റെ സ്ഥാനത്താണ്, മരുന്നിന്റെ സ്ഥാനത്തല്ല, അത് രോഗത്തിന്റെ സ്ഥാനത്താണ്. വ ഇൽമുൻ നുജൂമി, ജ്യോതിശാസ്ത്രം ബിമൻസിലത്തിൽ മറലി, അത് രോഗത്തിന്റെ സ്ഥാനത്താണ്. ഫതഅല്ലുമുഹു ഹറാമുൻ, അതുകൊണ്ട് തന്നെ അത് പഠിക്കൽ ഹറാമുമാണ്, നിഷിദ്ധവുമാണ്. കാരണം എന്താ? ലി അന്നഹു യളുറു വലാ യൻഫഉ, ഇത് ഉപദ്രവം ഏറെയുള്ളതും ഉപകാരം ഒട്ടുമില്ലാത്തതുമായ കാര്യമാണ്. ലി അന്നഹു യളുറു, അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്, ഉപദ്രവമുള്ള കാര്യമാണ്. വലാ യൻഫഉ, എന്തില്ല? ഉപകാരം തീരെയില്ലാത്ത കാര്യമാണ്. അപ്പൊ എല്ലാ സമയത്തും ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുക, ചില അവസരങ്ങളിൽ മാത്രം ആവശ്യം വരുന്ന കാര്യങ്ങൾ പഠിക്കുക, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി വൽ ഹർബു അൻ ഖളാഇല്ലാഹി തആല വ ഖദരിഹി ഗൈറു മുംകിനിൻ. വൽ ഹർബു, ഓടിയൊളിക്കുക, അൻ ഖളാഇല്ലാഹി തആല വ ഖദരിഹി, അല്ലാഹുവിന്റെ വിധികളിൽ നിന്ന്, അല്ലാഹു നിശ്ചയിച്ചതായ വിധികളിൽ നിന്ന് ഓടിയൊളിക്കുക എന്ന് പറഞ്ഞത് ഗൈറു മുംകിനിൻ, അത് അസാധ്യമാണ്, സാധ്യമേ അല്ല. അള്ളാഹുവിന്റെ ഖളാഇനെ തൊട്ട് ഓടി രക്ഷപ്പെടുക, അത് സാധ്യമല്ല. ഫയംബഗി, അത്യാവശ്യമാകും ലികുല്ലി മുസ്ലിമിൻ, ഓരോ വിശ്വാസിക്കും അത്യാവശ്യം എന്ത്? അൻ യസ്തഗില ഫീ ജമീ ഔഖാതിഹി, മുഴു സമയങ്ങളിലും എല്ലാ സമയങ്ങളിലും അവൻ ജോലിയാവുക, എല്ലാ സമയത്തിനെയും അവൻ വിനിയോഗിക്കുക. ബിദിക്രില്ലാഹി തആല വദ്ദുആഇ വത്തളറുഇ വഖിറാഅത്തിൽ ഖുർആനി. അപ്പോൾ ഓരോ വിശ്വാസിയും തന്റെ മുഴുവൻ സമയവും അള്ളാഹുവിന് ദിക്ർ ചൊല്ലൽ, ദുആ നടത്തൽ, ഖുർആൻ പാരായണം, അതേ പ്രകാരം തന്നെ വിനയം, തളറുഅ്, വിനയം പ്രകടിപ്പിക്കുക, ഇതിൽ തന്റെ സമയങ്ങൾ എന്താക്കണം? ചെലവഴിക്കണം. അപ്പോ അള്ളാഹുവിന്റെ ഖളാഇനെ തൊട്ട് ഓടിയൊളിക്കുക, അത് സാധ്യമല്ല, അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും തന്റെ മുഴു സമയവും അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലൽ, ദുആ, ഖുർആൻ പാരായണം, വിനയം പ്രകടിപ്പിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾ വിനിയോഗിക്കൽ അത്യാവശ്യമാണ്. യസ്അലുല്ലാഹ തആല, അള്ളാഹുവിനോട് ചോദിക്കണം. എന്തിനെ?
അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീനി വൽ ആഖിറ, ഇരു ലോകത്തും രണ്ട് ലോകത്തെയും സുഖ സൗഖ്യങ്ങൾ, അതേ പ്രകാരം തന്നെ അഫ്വ് വിട്ടുവീഴ്ച, അതിനെയും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ലിയസൂനഹുല്ലാഹു, അള്ളാഹു അവനെ കാക്കാൻ വേണ്ടി, അനിൽ ബലാഇ വൽ ആഫാത്തി, ആപത്തുകൾ പരീക്ഷണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം അള്ളാഹു തന്നെ സംരക്ഷിക്കുന്നതിനായി രണ്ട് ലോകത്തെയും സുഖ സൗഖ്യങ്ങളും വിട്ടുവീഴ്ചയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് അഫുവിനെയും ആഫിയത്തിനെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഫഇന്ന മൻ റുസിക ദുആഅ ലം യുഹ്റമിൽ ഇജാബ, കാരണം എന്താണ്? ആർക്കെങ്കിലും പ്രാർത്ഥിക്കുവാൻ തൗഫീക്ക് നൽകപ്പെട്ടാൽ അവന് ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല. ദുആ ചെയ്യണം, ദുആ ചെയ്യുമ്പോൾ അതിന് ഉത്തരം ലഭിക്കും. അപ്പൊ ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും തൗഫീക്ക് നൽകപ്പെട്ടാൽ അവന് ഉത്തരം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഉത്തരം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ആർക്കെങ്കിലും ദുആ ചെയ്യാൻ തൗഫീക്ക് നൽകപ്പെട്ടാൽ അവന് ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല. ഫഇൻ കാനൽ ബലാഉ മുഖദ്ദറൻ, ഇനി വിപത്തുകൾ അവന് വിധിക്കപ്പെട്ടതാണെങ്കിൽ, യുസീബുഹു, അതവന് ബാധിക്കും. ഓനെന്തെങ്കിലും ഒരു വിപത്ത് പടച്ചോൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതവൻ എത്തുക തന്നെ ചെയ്യും. ലാ മഹാലത്ത, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാലും വലാക്കിൻ, എങ്കിലും യസ്സറഹുല്ലാഹു തആല, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, അലൈഹി, അവന്റെ മേൽ, വയർസുഖുഹു സബ്റ, അതേ പ്രകാരം തന്നെ അവന് ക്ഷമ നൽകുകയും ചെയ്യും. എന്ത് കാരണം? ബി ബറക്കത്തി ദുആഇഹി, അവന്റെ ദുആ കാരണമായിട്ട്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു വിപത്ത് അള്ളാഹു അവന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതവനെ ബാധിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വലാക്കിൻ, എങ്കിലും യസ്സറഹുല്ലാഹു തആല, അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കും, അലൈഹി, അവന്റെ മേൽ, വയർസുഖുഹു സബ്റ, അതേ പ്രകാരം തന്നെ അള്ളാഹു ക്ഷമ നൽകുകയും ചെയ്യും, ബി ബറക്കത്തി ദുആഇഹി, അവന്റെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട്. അപ്പൊ ദുആ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകപ്പെട്ടാൽ ഉത്തരം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാ. മഹാന്മാർ പഠിപ്പിക്കുന്നു, നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകും എന്നത് ഉറപ്പാണ്. ദുആനി അസ്തജീബ് ലക്കും, നിങ്ങൾ ദുആ ചെയ്തോളി, ഉത്തരം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു, ഫഇന്ന മൻ റുസിക ദുആഅ ലം യുഹ്റമിൽ ഇജാബ, ഒരാൾക്ക് ദുആ ചെയ്യാൻ ആർക്കെങ്കിലും തൗഫീക്ക് നൽകപ്പെട്ടാൽ അവന് ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല. ഫഇൻ കാനൽ ബലാഉ മുഖദ്ദറൻ യുസീബുഹു ലാ മഹാലത്ത, എന്തെങ്കിലും ഒരു വിപത്ത് വിധിക്കപ്പെട്ടതാണെങ്കിൽ അവനെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ലാക്കിൻ, എങ്കിലും യസ്സറഹുല്ലാഹു തആല അലൈഹി, അള്ളാഹു അവന്റെ മേൽ എളുപ്പമാക്കി കൊടുക്കും, വയർസുഖുഹു സബ്റ, അവന് ക്ഷമ നൽകുകയും ചെയ്യും, ബി ബറക്കത്തി ദുആഇഹി, അവന്റെ ദുആഇന്റെ ഫലമായിട്ട് അള്ളാഹു അത് എളുപ്പം ചെയ്യുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.